ഹായ് ഹലോ, ബിഗ് ബോസ് ഹൗസിനകത്ത് പുതിയൊരു അപ്ഡേഷനായിട്ട് വന്നേക്കാണ്. അഖിൽ മാരാർ, സെറീന, അഭിഷേക് ഇത്രയും പേര് ഇന്നലെ പ്രമോയിൽ കാണിച്ചതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലോട്ട് എൻ്റർ ആയിട്ടുണ്ടായിരുന്നു. അവരഭിനയിച്ച ഫിലിമിൻ്റെ പ്രൊമോഷനായിട്ടാണ് വന്നത്. ആ പ്രൊമോഷൻ പരിപാടി എല്ലാം കഴിഞ്ഞു. അതിനകത്ത് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അത്യാവശ്യം നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഫണ്ണായിട്ടാണ് ആ ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നത്. ഇതിൽ അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സെറീനയും അതുപോലെ അഭിഷേകും അവർക്ക് പറ്റാവുന്ന രീതിയിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിനു മുന്നേ അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. അഭിഷേക് ആണെങ്കിലും ആൽബവും മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സെറീന ആണെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇവർക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുത്തത് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. ഇതൊരു നിസ്സാര കാര്യമല്ല അല്ലേ. ഒരുപാട് ആൾക്കാർ, ഫിലിം മേക്കേഴ്സ് ഒക്കെ ഇരുന്ന് കാണുന്ന ഒരു പരിപാടിയാണ്. ഇതിനകത്ത് ഇപ്പോൾ നിലവിലത്തെ കണ്ടസ്റ്റൻസ് കുശുമ്പും കുന്നായ്മകളിലോട്ടൊക്കെ മാത്രം ഒതുങ്ങിപ്പോയതായിട്ടാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ടാലൻറ്റ് കാണിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവരൊരു നല്ല കാര്യം ഡിസ്കസ് ചെയ്യുന്നില്ല. ആരും ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. ഒരാളെ മാത്രമല്ല പറയുന്നത്, ഒരാളും ഡിസ്കസ് ചെയ്തിട്ടില്ല. സമൂഹത്തിന് റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇവർ സംസാരിക്കുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ സീസൺ? എപ്പോഴും കുറേ ഗ്യാങ്ങായിട്ട് കൂടിയിരുന്ന് മറ്റേതും മറിച്ചതും പറയുന്നതല്ലാണ്ട് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങളോട്ടുള്ള ചർച്ചകളല്ലാണ്ട് ഒരു പോസിറ്റീവ് തിങ്സ് സംസാരിക്കുന്നത് വളരെ കുറവാണ്. അഖിൽ മാരാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നല്ല ആഹാരം കഴിക്കുമ്പോൾ നല്ല ആഹാരം കഴിക്കുക അല്ലേ. നല്ല ആഹാരം കഴിക്കുമ്പോൾ തന്നെ അവിടെ നല്ല കണ്ടൻറ്റുകൾ ഉണ്ടാവുക. ചീത്ത ആഹാരമാണെങ്കിൽ എന്താണ്, ചീത്ത കണ്ടൻറ്റുകൾ. ആഹാരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. നല്ല കാര്യങ്ങൾ ഉണ്ടാക്കുക, നല്ല കണ്ടൻറ്റുകൾ ഉണ്ടാക്കുക, നല്ല രീതിയിൽ എന്താ പറയുക അത് പ്രസൻറ്റ് ചെയ്യുക. ഇതൊരിക്കലും ഒരു നന്മ മരം കളിച്ച് പോകേണ്ട ഒരു ഷോ ഒന്നുമല്ല. പക്ഷേ ഇവിടെ ബുദ്ധിയും അതുപോലെ തന്നെ യുക്തിയും ഒക്കെ ആവശ്യമുണ്ട്. ഇവിടെ കണ്ടൻറ്റ് വേണം. കണ്ടൻറ്റ് ഒന്നും ഇല്ലാതെ ഈ ഷോ പോകില്ല. എല്ലാവരും കുറേ ഇരുന്ന് സംസാരിക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ, ഹാപ്പി ആയിട്ട് ഇരുന്ന് സംസാരിക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ, ചിരിച്ച് കളിച്ച് എന്താ പറയുക ക്രിക്കറ്റൊക്കെ കളിച്ചിരിക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലൈവ് ഇരുന്ന് കാണോ? നിങ്ങൾക്ക് ആർക്കും ഈ ലൈവ് കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവോ? 2 ദിവസത്തേക്കുള്ള ആരെങ്കിലും കാണോ? ഡാറ്റ തീർന്നു എന്നുള്ള കമൻറ്റാണ് മിക്കപ്പോഴും ഈ ലൈവ് കാണുമ്പോൾ അടിയിൽ വരുന്നത്. എന്താ വെച്ചാൽ പുതിയ പുതിയ കണ്ടൻറ്റുകളില്ല. ഈ ബിഗ് ബോസിൽ പോകേണ്ടവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് പേര് കാണുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് ഫിലിം മേക്കേഴ്സും അതുപോലെ തന്നെ പല കാറ്റഗറിയിലുള്ള ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. അവരുടേതായിട്ടുള്ള കണ്ടസ്റ്റൻറ്റിൻ്റെതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി തെളിയിക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് ജനങ്ങളിലോട്ട് എത്താൻ, അതൊരു പബ്ലിക് ഫിഗറായിട്ട് മാറാൻ പറ്റുന്നൊരവസരമാണ്. അതൊക്കെ യൂട്ടിലൈസ് ചെയ്യണം. നല്ല നല്ല കണ്ടൻറ്റുകൾ ഉണ്ടാവണം, നല്ല നല്ല വർത്തമാനങ്ങൾ ഉണ്ടാവണം. സമൂഹത്തിന് സംസാരിക്കേണ്ടതായിട്ടുള്ള, ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരങ്ങൾ ഉണ്ടാവണം. അതിൻ്റെ ഡിബേറ്റുകൾ ഉണ്ടാവണം അല്ലേ. അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഇതൊരു സർവൈവൽ ഷോയാണ്. ഇവർക്ക് ഫുഡ് ഭയങ്കര ലിമിറ്റാണ്. എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല. കുറച്ചധികം ദിവസങ്ങൾ ഈ ഡെയിലി ചപ്പാത്തിയൊക്കെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് മടുക്കുന്നില്ല എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ഈ ഗെയിമിൻ്റെ ഒരു ഭാഗമാണ് ഈ സർവൈവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് ഇവരുടെ സ്കിൽസ്, ഇവരുടെ ആറ്റിറ്റ്യൂഡ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവരെടുക്കുന്ന നിലപാടുകൾ, ആ നിലപാടിൽ എങ്ങനെ ഇവർ ഉറച്ചു നിൽക്കുന്നു അല്ലേ. അല്ലാണ്ട് ഒരു ഗ്യാങ് മൊത്തം ഇരുന്ന് കുറേ പരദൂഷണം പറയുക, കുറച്ച് ആൾക്കാരെ മാത്രം ബുള്ളി ചെയ്യുക, അതല്ല ശരിക്കും ഈ ഷോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഖിൽ മാരാറും സെറീനയും അതുപോലെ തന്നെ അഭിഷേകും ഇതിനു മുന്നേ, അതായത് ബിഗ് ബോസിൽ അവർ എൻ്റർ ആവുന്നതിന് മുന്നിലുള്ള അവരുടെ ലൈഫും അതിനുശേഷം അവരുടെ ലൈഫ് മാറിയതും എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ കണ്ടതിനകത്ത് ഈ ബിഗ് ബോസ് ഫെയിം ആവുമല്ലോ, നമ്മൾ എല്ലാവരിലോട്ടും എത്തും. ആ ഒരു എന്താ പറയുക, ആ ഒരു സംഭവം അത്രത്തോളം സെലിബ്രേറ്റ് ആയിട്ട് യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്തത് ഇന്നും ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയുടെ ഇമ്പാക്റ്റ് കൊണ്ട് നടക്കുന്ന ഏറ്റവും കൂടുതൽ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാൾ അഖിൽ മാരാറാണ്. ശരിക്കും ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും കണ്ടുപഠിക്കേണ്ടത് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും അഖിൽ മാരാറിൻ്റെ സീസൺ ബെസ്റ്റ് സീസണാണെന്ന് ഞാൻ പറയില്ല. കാരണം ഒപ്പം നിന്ന ആൾക്കാർ അത്രത്തോളം ബെറ്ററാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല കേട്ടോ. അഖിൽ മാരാർ ബെസ്റ്റാണ്, പക്ഷേ അഖിൽ മാരാറിന് ബെസ്റ്റ് ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റിയ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇതെല്ലാം നമ്മുടെ കണ്ടസ്റ്റൻസിന് മനസ്സിലാവട്ടെ. കാരണം കുന്നായ്മയും കുരുട്ടും പിന്നിൽ നിന്നുള്ള കുത്തും മാത്രമല്ല ഈ ഷോ. നമ്മളിതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ഷോ അടുത്ത സീസൺ വരുമ്പോൾ ഇവരൊക്കെ കുറച്ച് ആൾക്കാരെ മറക്കും, കുറച്ച് പേര് മാത്രം നെഞ്ചിലേറ്റും. പക്ഷേ ഈ കണ്ടസ്റ്റൻസിന് ഇവരുടെ ലൈഫ് ലോങ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ജനങ്ങളുടെ ഉള്ളിനകത്ത് ആൾക്കാർ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അല്ലേ.
നമ്മൾ അഖിൽമാരാറിൻ്റെ സീസണിനകത്ത് എത്ര പേരാ ഇന്നും വ്യക്തമായിട്ട് ഓർത്തിരിക്കും. റോബിൻ്റെ സീസണിൽ എത്ര പേര് നമ്മൾ ഓർത്തിരിക്കും. പക്ഷേ പിക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ. നമ്മളിപ്പോൾ സാബുമോനെ പിക്ക് ചെയ്തിട്ടുണ്ട്, രഞ്ജിനി, പേളി അല്ലേ. അതുപോലെ തന്നെ രജിത് സാറ്, അങ്ങനെ കുറച്ച് ടീം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് റിയ സലീം, ജാസ്മിൻ, റോബിൻ, ദിൽഷ, ബ്ലെസ്ലി അല്ലേ. അങ്ങനെയാണ് സീസൺസിനകത്ത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ കയറുന്നത്. അപ്പോൾ കിട്ടുന്ന അവസരത്തെ ഏറ്റവും മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. എന്താണെങ്കിലും ഇനി വരുന്ന ദിവസങ്ങൾ നമ്മുടെ ഈ കണ്ടസ്റ്റൻസിന് കൂടുതൽ ടാസ്കുകളും കൂടുതൽ അവരുടെ പെർഫോമൻസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിലോട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ ഈ സംസാരിക്കുന്ന രീതി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കുക. ലൈക്കും കമൻറ്റും ഒക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് എന്തായാലും മുൻപോട്ടുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേഷനായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.